കള്ളനെ പിടിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനും മറ്റു സെക്യൂരിറ്റി ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കെന്നഡ് കമ്പനിയുടെ ഹൈ പവർ ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ഇതൊരു പവർ കൂടിയ ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കപ്പ് ടൈം നമുക്ക് ഏകദേശം 2 മണിക്കൂർ മാത്രമൊക്കെയാണ് കിട്ടുക. അപ്പോൾ രാത്രി ജോലി ചെയ്യുന്നവരും റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവരുമൊക്കെ പലരും ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഒരു 9 മണിക്കൂർ ചാർജ് നിൽക്കുന്ന ഒരു അടിപൊളി ഹെഡ്ലൈറ്റ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. മുമ്പ് നമ്മൾ ചെയ്ത ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചത് കെന്നഡ് കമ്പനിയുടെ 30 വാട്ട് പവറുള്ള ഹെഡ്ലൈറ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ 50 വാട്ട്സ് പവറുള്ള ഹെഡ്ലൈറ്റും വിപണിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ പ്രകാശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. വെളിച്ചം കൂടുതൽ വേണ്ട ആവശ്യങ്ങൾക്കെല്ലാം ഈ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കപ്പ് കൂടുതൽ കിട്ടുന്ന ഹെഡ്ലൈറ്റുകളെ പരിചയപ്പെടാം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് DP എന്ന ബ്രാൻഡ് നെയിമിലുള്ള 2 വ്യത്യസ്ത മോഡലുകളിലുള്ള ഹെഡ്ലൈറ്റുകളാണ്. ഇതിൽ DP 7229A എന്ന മോഡൽ 2000 mAh ബാറ്ററിയിലും DP 7228A എന്ന മോഡൽ 4000 mAh ബാറ്ററിയിലുമാണ് പ്രവർത്തിക്കുന്നത്. DP എന്ന ഈ ഒരു ബ്രാൻഡ് ഒരുപാട് കാലമായിട്ട് ഹെഡ്ലൈറ്റുകളും അതുപോലെ എമർജൻസി ലൈറ്റുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന DP 744 എന്ന മോഡലിലുള്ള ഹെഡ്ലൈറ്റ് വളരെ കാലങ്ങളായിട്ട് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ആകെ 800 mAh ബാറ്ററി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് കാണിച്ചിട്ടുള്ള ഹെഡ്ലൈറ്റുകളിൽ 4000 mAhും 2000 mAhും ഒക്കെയാണ് ബാറ്ററികളുള്ളത്. ഇനി നമുക്ക് 4000 mAh ബാറ്ററിയുള്ള ഹെഡ്ലൈറ്റിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള 4.2 വോൾട്ടിൻ്റെ ചാർജറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ഹെഡ്ലൈറ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇത് നിങ്ങൾക്കിവിടെ കാണാം. ഇതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം കടക്കാത്ത രീതിയിൽ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് തന്നെ സീല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഒരു റബ്ബർ ക്യാബ് പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചാർജിങ് സോക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ചുറ്റും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയുക. അത് ഈ ഒരു ബോക്സിനകത്ത് വരുമ്പോൾ അതിനകത്ത് ഓണായി കിടന്ന് ഈ ചാർജ് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി താൽക്കാലികമായിട്ട് വെക്കുന്നൊരു സംവിധാനമാണത്. ആ റിങ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ആദ്യം ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഫുൾ ബ്രൈറ്റിലും രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ കുറഞ്ഞ ബ്രൈറ്റിലും ഇത് പ്രകാശിക്കുന്നതാണ്. 4000 mAh ബാറ്ററി ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത് 2000 mAhന്റെ 2 ബാറ്ററികളാണ്. അതുപോലെ 2000 mAhന്റെ ബാറ്ററി ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ലൈറ്റിൽ 2000 mAhന്റെ ഒരു ബാറ്ററിയുമാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ടോർച്ചിന്റെ ബാറ്ററി ഇടുന്ന ഭാഗത്തെ വലിപ്പ വ്യത്യാസത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പവർ ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ 18650 സൈസ് നമ്പറിലുള്ള 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററികളാണ് ഇതിലും ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി കേടായി കഴിഞ്ഞാലൊക്കെ നമുക്ക് മാറ്റിയിടാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചാർജിങ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിവിടെ ചാർജർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി ചാർജറിൻ്റെ പിന്ന് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചാർജിങ് സോക്കറ്റിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു ചാർജറിൻ്റെ ലൈറ്റ് ഇപ്പോൾ ഗ്രീൻ ആണ്. ഇനി നമ്മൾ ടോർച്ചിലേക്ക് കണക്ട് ചെയ്യുന്നതോടുകൂടി അത് റെഡായി മാറുന്നു. അതായത് ചാർജിങ് നടക്കുമ്പോൾ ഇതിൽ റെഡ് ഇൻഡിക്കേറ്ററും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രീൻ ഇൻഡിക്കേറ്ററുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടോർച്ച് ചാർജ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ ആവുന്നതോടുകൂടി ചാർജിങ് ഓഫ് ആക്കാവുന്നതാണ്. ഈ ടോർച്ചിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ഭാരം കുറവാണ്. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന DP 744 എന്ന മോഡൽ അതാണ് വളരെ വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മോഡൽ. അതിപ്പോൾ ഈ ഒരു വെയിറ്റ് കൂടുതൽ കാരണം എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു 744 എന്ന മോഡലിൽ ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററികളാണ്. അത് നല്ല ഭാരം വരുന്നതാണ്. ഈ ഹെഡ്ലൈറ്റ് നമ്മുടെ തലയിൽ വെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക്കിൻ്റെ വള്ളിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെഡ്ലൈറ്റുകൾ 4000 mAhൻ്റെതാണെങ്കിലും 2000 mAhൻ്റെതാണെങ്കിലും ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ 3 വാട്ട് തന്നെയാണ്. ഇതിൽ ബാക്കപ്പ് ടൈം മാത്രമാണ് ബാറ്ററിക്ക് അനുസരിച്ച് വ്യത്യാസം വരിക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 4000 mAh ബാറ്ററിയുള്ള ആ ഒരു ടോർച്ചിൻ്റെ യൂസർ മാനുവലാണ്.
അതിൽ കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ സ്ട്രോങ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 9 മണിക്കൂറും വീക്ക് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 18 മണിക്കൂറും ബാക്കപ്പ് ലഭിക്കുമെന്നാണ്. അത്രയൊന്നും ലഭിക്കില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2000 mAh ബാറ്ററിയുള്ള ഹെഡ്ലൈറ്റിന് സ്ട്രോങ് ലൈറ്റിൽ 5 മണിക്കൂറും വീക്ക് ലൈറ്റിൽ 9 മണിക്കൂറുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മുഴുവനായി ചാർജ് തീർന്നു കഴിഞ്ഞ ഒരു ഹെഡ്ലൈറ്റ് ഫുൾ ചാർജ് ആകണമെങ്കിൽ 12 മണിക്കൂർ ചാർജ് ചെയ്യണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചാർജ് തീരുന്നതിന് മുമ്പ് തന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ടോർച്ചിൻ്റെ ലൈഫിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ ലൈറ്റ് ഡിമ്മായി വരുമ്പോൾ തന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ കാണിച്ച പവർ കൂടിയ ഹെഡ്ലൈറ്റ് നിർമ്മിക്കുന്ന കെന്നഡ് കമ്പനിയുടെ തന്നെ പവർ കൂടിയ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോർച്ചുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അവരുടെ തന്നെ 20 വാട്ട് പവറുള്ള ഒരു ടോർച്ചാണ്. നല്ല സ്റ്റൈലൻ ഡിസൈനാണിത്. വീട്ടിലൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ പറ്റിയ ആ ഒരു വലിപ്പത്തിലുള്ളതാണ്. ഇതിൻ്റെ ലൈറ്റ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നല്ല പ്രകാശം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവരുടെ തന്നെ ടോർച്ചും എമർജൻസി ലൈറ്റും കൂടിയിട്ടുള്ള മോഡലുകളും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇതും നല്ല പ്രകാശം കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച DP ഹെഡ്ലൈറ്റിൻ്റെയും ഒരുപാട് മോഡൽ ടോർച്ചുകളും എമർജൻസികളും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് DPയുടെ ഒരു നല്ലൊരു സ്റ്റൈലൻ ടോർച്ചാണ്. ഇത് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പവറുള്ള ഒരു ടോർച്ച് തന്നെയാണ്. ഈ വീഡിയോയിൽ കാണിച്ച കെന്നഡിൻ്റെയും DPയുടെയും പവർഫുൾ ഹെഡ്ലൈറ്റുകളും ബാക്കപ്പ് കൂടുതലുള്ള ഹെഡ്ലൈറ്റുകളും അതുപോലെ സാധാരണ ടോർച്ചുകളും 2 കിലോമീറ്ററൊക്കെ ദൂരം കിട്ടുന്ന ഹെവി ടോർച്ചുകളും ഒക്കെ നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാം ഇപ്പോഴത്തെ വിലയും ഓഫറും അറിയുന്നതിനും വാങ്ങുന്നതിനുമൊക്കെയുള്ള വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്